ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ബർഫിയാണ്. ഗോതമ്പ് മാവ് ബർഫിയാണ്. അതിൻ്റെ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. പൊടിയാണ്, ഇത് ഏലക്ക പൊടിച്ചതാണ്, ഇത് നെയ്യാണ്, ഇത് 1.5 കപ്പ് പഞ്ചസാര, ഇത് 2 കപ്പ് ഗോതമ്പ് മാവ്. ഇതും കൂടി ചേർത്തിട്ടാണ് ഈ ബർഫി ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം ഇതിലേക്ക് നെയ്യ് ഒഴിക്കാൻ പോവുകയാണ്. ഇട്ടിട്ട് വറക്കുകയാണ്. നല്ലോണം ബ്രൗൺ കളർ ആവുന്ന വരെ വറക്കണം. അതേപോലെ ആയിക്കഴിഞ്ഞു, നല്ല കളറ് വന്നു കഴിഞ്ഞു. ഇതിനെ നമ്മളൊരു പാത്രത്തിൽ കാട്ടിയിട്ട് ഇത് മുന്തിരിപ്പരിപ്പാണ്, അത് പൊടിച്ച് വെച്ചതാണ്. ചെറുതായിട്ട് ഇങ്ങനെ ആക്കി വെക്കണം. ഇപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ച് നമ്മൾ ഈ മുന്തിരിപ്പരിപ്പിനെ വറക്കുക. ഇപ്പോൾ പഞ്ചസാര ഇതിലിടാൻ പോവാണ്, പാവ് കാച്ചാൻ. ഈ പഞ്ചസാര ഇട്ട് 1.5 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ആ പാവിൻ്റെ അടുത്ത് ഒരു കമ്പി പദം വന്നതും നമുക്ക് ഈ ഗോതമ്പ് പൊടി ചെയ്തിട്ട് ഇളക്കണം. ഏലക്ക പൊടിച്ചത് ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കുക. ഒരു കമ്പി പദം വന്നതും നമ്മൾ ഈ ഗോതമ്പ് പൊടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിനായാൽ മതി. ഇപ്പം നമ്മൾ ഈ വറുത്ത് വെച്ച് ഗോതമ്പ് പൊടിയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കുറച്ച് ഇങ്ങനെ ആവുന്ന സമയത്ത് നെയ്യ് ഒഴിച്ചു കൊണ്ടിരിക്കുക. കുറച്ച് അപ്പം എന്താണെന്ന് വെച്ചാൽ അടിപ്പിടിക്കാണ്ടിരിക്കും. നല്ലപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് കുറച്ചും കൂടി ആയിട്ട് നമുക്ക് ഇളക്കി അത് ഇറക്കി വയ്ക്കാം. ഈ കശുവണ്ടി ഞാൻ ഇടാൻ പോകണം. ഇനി നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഒരു കിണ്ണത്തിലേക്ക് ആക്കിയിട്ട് പരത്തണം. ഈ കിണ്ണത്തിലിപ്പം ഞാൻ നെയ്യ് പരത്തിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതിലേക്ക് ആക്കുക. ഇത് നല്ല മണം വരുന്നുണ്ട്. ഇതിങ്ങനെ ഇതാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളിതിന് ഏത് ഫാഷനിൽ വേണം കട്ട് ചെയ്തെടുക്കാം. ഇതാണ് ഗോതമ്പിൻ്റെ ബർഫി ഞാൻ ഉണ്ടാക്കിയത്. ഇത് വളരെ സോഫ്റ്റായിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരാഴ്ച പോലും ഇരിക്കും. ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണം കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇത് ഇറക്കി വെച്ച് 5 നിമിഷം കഴിഞ്ഞതും കട്ട് ചെയ്യണം. ചൂട് അധികം ആറിപ്പോയാൽ നിങ്ങൾക്ക് മുറിച്ചാൽ കിട്ടില്ല. ഇത് കണ്ടില്ല, ഇത് എത്ര സോഫ്റ്റായിട്ടുണ്ടെന്ന് നോക്കുക. കണ്ടോ, ഇതുപോലെ സോഫ്റ്റായിട്ടുണ്ടാകും. കുട്ടികൾക്ക് കഴിക്കാനും നല്ലതാണ്, കേടുള്ളതല്ല. ഗോതമ്പ് മാവായത് കാരണം, നെയ്യും ഗോതമ്പ് മാവായത് കാരണം ഒരിക്കലും കേടുള്ളതല്ല ഇത്.